വേദനകൾക്ക് ആശ്വാസം തേടുകയാണോ നിങ്ങൾ? അതായത് കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന, നീർക്കെട്ട് എന്നീ വേദനകൾക്ക് എങ്കിലിതാ ജീവാസ് വേദന സംഹാരി തൈലം ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. ഈ തൈലം ഉപയോഗിച്ച് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന വൈദ്യരിൽ നിന്നുള്ള അഭിപ്രായവും അതുപോലെ ഇതെങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടത് കാണുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ പല തൈലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഗുണമുള്ള തൈലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസം കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ടായി. ഇപ്പം നല്ല മാറ്റമുണ്ട്. എങ്ങനെയാണ് ചേച്ചീൻ്റെ അനുഭവം ഈ തൈലം ഉപയോഗിച്ചതിന് ശേഷം? നല്ല മാറ്റമുണ്ട്. എത്ര വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? എന്തോ വർഷങ്ങളായിട്ടുള്ള വേദന? 3-4 വർഷമായി. 3-4 വർഷങ്ങളായിട്ടുള്ള വേദന. എത്ര നാളായി ഈ തൈലം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഒരു മാസം. നല്ല രീതിയിലുള്ള മാറ്റം. നല്ല രീതിയിലുള്ള മാറ്റം. നീർക്കെട്ടിനും എന്തായിരുന്നു ചേച്ചിയുടെ വേദന? നീർക്കെട്ട്, നടുവേദന. ഇപ്പൊ നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ട്. 3 വർഷമായിട്ടുള്ള നടുവേദനയും നീർക്കെട്ടും ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ തൈലം ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ട്. എത്ര നാളായി ഈ തൈലം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? തൈലം ഉപയോഗിക്കാൻ ഒരു മാസമായി. എങ്ങനെയുണ്ട്? നല്ല രീതിയിലുള്ള മാറ്റമുണ്ടോ? നല്ല രീതിയിൽ മാറ്റമുണ്ട്. ആണ്. അപ്പം എന്തൊക്കെ വേദനയായിരുന്നു? ഞാൻ ഒരു പഴയ വീണിട്ടുള്ള ഒരു വേദനയായിരുന്നു. അത് കഴുത്തിന് താഴേക്കുള്ള വേദന, അത് കൈക്കുമൊക്കെ. ഈ തൈലം ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു മാറ്റങ്ങൾ വന്നു. ഒരു മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു. കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ് നമ്മളിപ്പം കേട്ടത്. അപ്പം 2 വർഷം മുമ്പ് വീണതിൻ്റെ ഒരു വേദനയിൽ പൂർണ്ണമായിട്ടും തന്നെ മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ചതവിനും അതുപോലെ തന്നെ കഴുത്തിന് താഴേക്കുള്ള വേദനകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നാണ് ഈ ഒരു കസ്റ്റമറുടെ അനുഭവം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വേദന സംഹാരി തൈലം. ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു തൈലമാണ്. അത് കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പറിച്ചെടുത്ത് പൊടിച്ചെടുത്ത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച് വരുന്ന ഒരു തൈലമാണ്. ഈ തൈലത്തിന് നടുവേദന, കടലി വേദന, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, പിന്നെ ശരീരം മുഴുവൻ വേദനയുള്ളവർക്ക് ചെവിയുടെ അടിവശം തൊട്ട് താഴോട്ട് മുഴുവനായിട്ട് ശരീരം മുഴുവൻ ശരിക്ക് തൈലം തേച്ച് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിന്നതിന് ശേഷം കുളിക്കുക. എങ്കിൽ മാത്രമേ അത് ശരീരത്ത് വലിയുകയും പിടിക്കുകയും ചെയ്യുള്ളൂ. ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രം, 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് മരുന്നിന് നല്ല ശക്തിയുള്ളതുകൊണ്ട് ആ രീതിയിൽ മാത്രം നമ്മൾ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവേദനയും നടുവേദനയും കടലി വേദന എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ശരീരത്തുള്ളത്. പിന്നെ കൈകാൽ കടച്ചിൽ, മുട്ടുവേദന, ഇങ്ങനെയുള്ള രോഗമുള്ള പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ തൈലം ഒന്നട വിട്ട് തേക്കാവുന്നതാണ്. ഇത് തേച്ച് കഴുകിക്കളഞ്ഞില്ലെങ്കിലും യാതൊരു വക കുഴപ്പവുമില്ല. ഇത് ഒന്നട വിട്ട് തേച്ച് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് കാൽമുട്ട് വേദനയും കൈമുട്ട് വേദനയും എല്ലാം മാറിക്കിട്ടുന്നതാണ്. ജീവാസ് വേദന സംഹാരി തൈലം ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് തന്നെ ഇതുപോലെ നിങ്ങൾക്കും ഒരു റിസൾട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേദനയിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറിയും ഗൂഗിൾ പേയും ലഭ്യമാണ്. കഴിയുമ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് തീർത്തും മാറിയതായിട്ടാണ് എൻ്റെ അനുഭവം.